സമാധിപാദം സൂത്രം 5. വൃത്തയ പഞ്ചതയ ക്ലിഷ്ട അക്ലിഷ്ട. വൃത്തികൾ 5 രീതിയിലുണ്ട്. ക്ലിഷ്ടം എന്നും അക്ലിഷ്ടമെന്നും 2 വിഭാഗവുമുണ്ട്. അതാണ് ചിത്തവൃത്തി നിരോധനം എന്നുള്ളിടത്ത് വൃത്തി എന്നുള്ള വാക്കിൻ്റെ വ്യാഖ്യാനമാണ് ഇവിടെ നൽകുന്നത്. ഇഷ്ടം എന്ന് പറഞ്ഞാൽ ക്ലേശം എന്നാണ്. ക്ലേശം, ദുഃഖമുണ്ടാക്കുന്നത്, അതെല്ലാം ക്ലേശം. ഈ പഞ്ചക്ലേശങ്ങളെ കുറിച്ച് ഈ യോഗസൂത്രത്തിൽ തന്നെ പറയുന്നുണ്ട്. അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം എന്നതാണ് ആ പഞ്ചക്ലേശങ്ങൾ. ആ പഞ്ചക്ലേശങ്ങൾ ഉണ്ടാക്കും. പഞ്ചക്ലേശങ്ങൾ ഉണ്ടാക്കുന്നതിനെയാണ് ക്ലിഷ്ടം എന്ന് പറയുക. ക്ലേശം ഇല്ലാതിരിക്കുന്നതിനെയാണ് അക്ലിഷ്ടം എന്ന് പറയുക. വൃത്തികൾ 5 എണ്ണമുള്ളത്. ആ 5 എണ്ണവും ക്ലേശമുണ്ടാക്കുന്നവയുമുണ്ട്, ക്ലേശമുണ്ടാക്കാത്തവയുമുണ്ട്. ദുഃഖം, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്ന വൃത്തികളുമുണ്ട്, ഇതൊന്നും സന്തോഷം നൽകുന്ന വൃത്തികളും ഉണ്ട്. അങ്ങനെ 2 രീതിയിലാണ് വൃത്തികൾ 5 എണ്ണയുള്ളൂ. ഈ വൃത്തികളെല്ലാം നിരോധിക്കണം എന്നാണ്. ഈ ദുഃഖം ഉണ്ടാക്കുന്ന വൃത്തികൾ മാത്രമല്ല, സന്തോഷം ഉണ്ടാക്കുന്ന വൃത്തികളും നമ്മൾ എന്ത് ചെയ്യണം? നിരോധിക്കണം. സന്തോഷം നൽകുന്ന വൃത്തികൾ എന്ന് പറഞ്ഞാൽ ഈശ്വരാഭിമുഖമായിട്ട് ചെയ്യുന്ന ജോലികൾ, പരോപകാരം, സോഷ്യൽ വർക്ക്, അതൊക്കെ ഈ അക്ലിഷ്ട വൃത്തികളിൽ വരും. മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവർക്കായി നമ്മുടെ ജീവൻ, ആയുസ് നീക്കിവെക്കുന്ന ജോലികൾ ചെയ്യുന്നത്. സാമൂഹ്യ അല്ലേ, ജീവജാലങ്ങളെയൊക്കെ നോക്കുന്നവർ, മനുഷ്യരെ, മറ്റ് അശരണരെ നോക്കുന്നവർ, സമൂഹത്തെ നോക്കുന്നവർ, സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്നവർ, അങ്ങനെയുള്ളതെല്ലാം. അതുപോലെ ഈശ്വരാഭിമുഖമായി ചെയ്യുന്ന എല്ലാ ജോലികളെയും അക്ലിഷ്ടമാണ്. പക്ഷെ അത് ഈ ക്ലിഷ്ടം, ദുഃഖമുണ്ടാക്കുന്ന, ക്ലേശമുണ്ടാക്കുന്ന വൃത്തികളേക്കാൾ നല്ലതാണ് അക്ലിഷ്ട വൃത്തികൾ. ക്ലേശമുണ്ടാക്കുന്ന വൃത്തികൾ എന്ന് പറഞ്ഞാൽ ദുഃഖമുണ്ടാക്കുന്ന വൃത്തികൾ എന്ന് നേരത്തെ പറഞ്ഞു. അത് സ്വന്തം കാര്യത്തിന് വേണ്ടി ചെയ്യുന്നതായിരിക്കും, ഒരു സംശയവുമല്ല. അതിൽ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് എനിക്ക് വരാതിരിക്കുമ്പോൾ എനിക്ക് ദുഃഖമുണ്ടാവും. അതേസമയത്ത് അക്ലിഷ്ട വൃത്തികളിൽ അതുണ്ടാവില്ല. അത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നത്. അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. കർമ്മഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ ചെയ്യുന്ന ജോലികളെല്ലാം അക്ലിഷ്ടമാണ്. നമ്മൾ ഈ സോഷ്യൽ വർക്കുകൾ ചെയ്യുമ്പോഴും അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പേരും പ്രശസ്തിയും കിട്ടും, അംഗീകാരം കിട്ടും, അവാർഡ് കിട്ടും, പത്മശ്രീ കിട്ടും, അതൊക്കെ വിചാരിച്ചും കൊണ്ട് ജോലി ചെയ്യുകയാണെങ്കിൽ അത് ക്ലിഷ്ടവൃത്തിയാവും. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ക്ലിഷ്ടവൃത്തിയാണ്. കർമ്മഫലത്തിന് വേണ്ടി ആഗ്രഹിച്ച് ചെയ്യുമ്പോൾ. അങ്ങനെ അല്ലാതെ നിഷ്കാമകർമ്മമായിട്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും അക്ലിഷ്ടവൃത്തി എന്ന് പറയും. ക്ലേശമില്ലാത്ത വൃത്തികൾ എന്ന് പറയും. അങ്ങനെ ചെയ്യുന്ന വൃത്തികളൊക്കെ ചെയ്യുന്ന അതിന് ജീവൻ മുക്തി എന്നാണ് പറയുക. ജീവൻ മുക്തി എന്നാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ചോ നമ്മുടെ കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും ചിന്തിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്ലിഷ്ടവൃത്തി എന്താണ്, അക്ലിഷ്ടവൃത്തി എന്താണ് എന്ന് തിരിച്ചറിയണം. ഓരോ വിഷയങ്ങളിൽ ഇടപെടുന്ന സമയത്ത് എനിക്കുണ്ടാകുന്ന ദുഃഖവും സന്തോഷത്തെയും ഒന്ന് വിശകലനം ചെയ്യണം. നമ്മളെപ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇത്ര നേരം ചെയ്ത പ്രവർത്തനങ്ങളെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിശകലനം ചെയ്യണം. സ്വന്തം മനസ്സിലേക്കൊന്ന് നോക്കണം. മനസ്സിനെ അതെങ്ങനെയാണ് സ്വാധീനിച്ചതെന്ന് നോക്കണം. മനസ്സിനോടൊന്ന് ജസ്റ്റ് ഒന്ന് സംസാരിക്കണം. ആ ചെയ്ത പ്രവൃത്തി എന്തെല്ലാം രീതിയിലാണ് എൻ്റെ മനസ്സിനെ സ്വാധീനിച്ചത് എന്ന് ശ്രദ്ധിക്കണം. അത് ക്ലേശമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ മേലാൽ അമ്മാതിരി പരിപാടി ആവർത്തിക്കില്ല എന്ന് തീരുമാനിക്കണം. സന്തോഷമാണെങ്കിലും അത്തരം പരിപാടികൾ, വൃത്തികൾ, ചിന്തകൾ കുറക്കണം. അപ്പോഴേ നമുക്ക് ചിത്തവൃത്തി നിരോധനത്തിലേക്ക് എത്തും. മനസ്സിലായില്ലേ? ഒന്നിനോടും അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ
നിൽക്കണം. ഡിറ്റാച്ച്മെൻറ്റ് എന്താണ്? കുടുംബ ജീവിതം, കുടുംബ ബന്ധങ്ങളെല്ലാം എല്ലാത്തിലും അതുണ്ടാക്കണം. കുടുംബ ബന്ധങ്ങളിലും സ്വാതന്ത്ര്യം അറിയണം. ഭാര്യ, മക്കൾ, ഭർത്താവ്, മറ്റെല്ലാ കാര്യങ്ങളിലും ഇടപെടുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്വതന്ത്രരായിട്ട് നിൽക്കാൻ വേണ്ടി കഴിയണം. എല്ലാത്തിലും ഇടപെടേണ്ടി വരുമായിരിക്കും, പക്ഷേ അപ്പോഴും നമ്മൾ മാറി നിൽക്കണം. അതിനെയാണ് ജീവൻ മുക്തി എന്ന് പറയുന്നത്. അതിൽ നിന്നും എൻ്റെ ഈഗോ, അഹം എന്ന് പറയുന്ന ജീവൻ എന്ന് പറയുന്നതിനെ അതിൽ നിന്നും മാറ്റി നിർത്തുക. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുക, അത്രയേ ഉള്ളൂ. അതിൽ നിന്ന് ഇന്നത് കിട്ടും, മക്കളെ വളർത്തിക്കഴിഞ്ഞാൽ അവരെന്നെ നോക്കും എന്ന് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പാടില്ല. അവർ നോക്കാതിരിക്കുകയോ അതിനു വേണ്ടി നമ്മൾ പ്രതീക്ഷിക്കുകയോ പോലും. നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ആ കാര്യത്തിൽ നിന്നൊരു റിസൾട്ട് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ചെയ്യേണ്ടുന്നത് ചെയ്തുകൊണ്ടേയിരിക്കുക, നിരന്തരമായി ചെയ്തുകൊണ്ടേയിരിക്കുക. അതാണ് അക്ലിഷ്ടവൃത്തിയിലേക്ക് നയിക്കുന്നത്. അതുതന്നെയാണ് അക്ലിഷ്ടവൃത്തി. നമ്മൾ നമ്മുടെ ആത്മസ്വരൂപത്തിലേക്ക് അടുത്തടുത്ത് വരുമ്പോഴേക്ക് ബാക്കിയുള്ളതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും? മോചനം നേടി വരും. ആ ആത്മസ്വരൂപത്തിലേക്ക് നമ്മൾ എത്താൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ ശാന്തവും സ്വസ്ഥവുമായ ഒരവസ്ഥയിലേക്ക് മനസ്സെത്തിച്ചേരും. അങ്ങനെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് വൃത്തികളിലൂടെ മുന്നേറാൻ സാധിക്കും. വൃത്തിയെയും അതിജീവിക്കണമെങ്കിൽ അതിനെ തിരിച്ചറിയണമല്ലോ. അങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നേറാൻ വേണ്ടി കഴിയും. അതാണ് ഈ സൂത്രത്തിൻ്റെ